ഹലോ ഗായ്സ്, ടെക്ട്രോ ഫാൻഡം ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ പബ്ജി യൂസ് ചെയ്യുന്നവർക്ക് പ്രധാനമായി ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് വോയിസ് ബഗ് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ടൊരു ആപ്പ് നമുക്കുണ്ട്. വോയിസ് ബഗ്ഗിന് നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ സ്ക്വാഡ് കളിക്കുമ്പോഴായാലും എൻ്റെ ഫ്രണ്ടിനും ഇതേപോലെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മിക്കവരും ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് DNS ചേഞ്ചർ എന്നാണ്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളത് ആപ്പ് സ്റ്റാർട്ടാക്കി ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പബ്ജി കളിക്കുമ്പോൾ നമ്മുടെ വോയിസ് ചാറ്റ് പൂർണ്ണമായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, പബ്ജി യൂസേഴ്സിന് അറിയാം, നമ്മൾ കളിക്കുമ്പോഴായാലും നമ്മുടെ സ്ക്വാഡ് കളിക്കുമ്പോഴായാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വോയിസ് ചാറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ വോയിസ് ചാറ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ തന്നെ നമുക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുന്നൊരു മട്ടാണ്. കാര്യം വോയിസ് ചാറ്റ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ് വോയിസ് ചാറ്റില്ലാണ്ട് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം മറുപടിയായിട്ട് ഇതിനെയൊക്കെ നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ് ഞാൻ ഈ ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ DNS ചേഞ്ചർ എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് നമ്മുടെ ഫ്രണ്ട്സിന് അറിയില്ലായിരിക്കാം. അപ്പോൾ അവർ ജിയോ യൂസേഴ്സ് ആണെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ അവർക്ക് ഇപ്പോൾ വോയിസ് ചാറ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് വോയിസ് ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ്, വളരെ ഒരു നല്ലൊരു കാര്യമാണ്. നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിങ്ങൾ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നമ്മൾ DNS ചേഞ്ചർ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായപ്പോലും നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പേടിയുണ്ട്. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ഇത് ചിലപ്പോൾ ബാനാവും, നമ്മുടെ അക്കൗണ്ട് ബാനാവും എന്നുള്ള ഇഷ്യൂ ഒക്കെ. യാതൊരു പേടിയും വേണ്ട കാര്യം, ബാനാവില്ല, എൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ എടുക്കുക, പ്ലേ സ്റ്റോറിൽ DNS ചേഞ്ചർ എന്ന് അടിക്കാം, അത് ഡൗൺലോഡ് ചെയ്യാം, അത് ഓപ്പൺ ആക്കാം. അതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും, ആക്സസ് കൊടുക്കുക, നമ്മൾ ഒന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുത്ത് വിടാം. എല്ലാത്തിനു ശേഷം അവസാനം സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഓൾറെഡി ഓണായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നേരെ പബ്ജി എടുക്കാം, പബ്ജി ഓപ്പൺ ആക്കാം, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പഴയതുപോലെ എങ്ങനെയാണോ അതേപോലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെയധികം ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത, വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണുന്നതാണ്. അതുവരെ